ആദില അനുമോളെ മാനസികമായിട്ട് തളർത്തി കുറേ വാക്കുകൾ പറഞ്ഞായിരുന്നില്ലേ? അതിനുശേഷം ഒരുപാട് വിഷമിച്ചിരുന്ന അനുമോൾക്ക് പലരും പല രീതിയിൽ കുറച്ച് ഒരു കംഫർട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ലക്ഷ്മി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടല്ലോ, ലക്ഷ്മി ഇത്രയും നന്നായിട്ട് അനുമോളെ മനസ്സിലാക്കിയിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അനുമോളുടെ അടുത്ത് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അനുമോൾ പറയുന്നു, എനിക്കൊരു വിഷമവും ഇല്ല, കാരണം എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് ഇതിനെക്കാട്ടിൽ ബാഡായിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊന്നും അല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങുമ്പം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ട്രെയിലറായിട്ട് മാത്രം ഇത് കൂട്ടിയാൽ മതി. അത് മാത്രം കൂട്ടിയാൽ മതി. നീ കുറേ ആൾക്കാർ കൈ അടിച്ചു. അപ്പം നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അതിലതൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കൈ അടിച്ചതല്ലേ? അപ്പോൾ അനുമോൾ പറയാണ്, പുറത്തു നിന്ന് ആൾക്കാരൊന്നും ഇത്രയും ക്രൂരത എന്നോട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ലക്ഷ്മി പറയാണ്, പുറത്തു നിന്ന് ആൾക്കാരും ചിലപ്പം ഇതുപോലത്തെ ക്രൂരതകൾ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും ഇവിടുത്തുള്ള ആൾക്കാരുടെ കൂട്ട് നിൻ്റെ അടുത്ത് അസൂയ ആർക്കും കാണത്തില്ല. കാരണം ഇവിടുത്തുള്ള ആൾക്കാർക്ക് അസൂയ മൂത്ത് ഭ്രാന്തായിട്ട് നിന്നെ ഡൗൺ ആക്കാൻ നോക്കുകയാണ്. അപ്പം നീ അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ കൈ അടിച്ചത് വരെ അതിൻ്റെ ഒരു ഇതായിട്ടുള്ള ആ ഒരു പ്രകോപനത്തിൽ നിന്ന് വന്നതാണ്. നീ അത് ഉയരത്തിലേക്ക് എത്തുമ്പം അത് തളർത്താൻ വേണ്ടിയിട്ടുള്ള അവരൊരു കയ്യടിയായിട്ട് നീ അത് കൂട്ടിയാൽ മതി. ശാരിക ചേച്ചി പോലും കൈയടിച്ചത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ പി ആറിൻ്റെ കാര്യത്തിലായിരിക്കും എന്ന് ലക്ഷ്മി പറയുന്നു. പി ആറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിൻ്റെ നെയിം എടുത്ത് അവിടെ ഇട്ട സമയത്ത് നിനക്ക് വേണമെങ്കിൽ പലരുടെയും പേര് ആ സമയത്ത് പറയാം. നിനക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി, അതായത് ബിന്നി, അവൾക്ക് പോലും പി ആർ പുറത്തുണ്ട്. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നീ അത് അവർ ആരും തിരിച്ചു പറയാതെ നല്ല രീതിയിൽ നീ അത് ഡീൽ ചെയ്തപ്പോൾ അത് നിൻ്റെ മനസ്സിലൊരു ക്വാളിറ്റിയാണ്. നീ ആരും ഇട്ട് കൊടുക്കാതെയാണ് ഇവിടെ കളിക്കുന്നത്. നിൻ്റെ കൂടെ നിൽക്കുന്നവരെ ആയിക്കോട്ടെ അല്ലാത്തവരെ ആയിക്കോട്ടെ ആരുടെ പേരിട്ട് കൊടുത്ത് പലതും നിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. അപ്പം അത്രമേൽ ഒരു നന്മ നിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയാണ്, ഒരു മൂമെൻറ്റും എനിക്കില്ല, ഇവരുടെ കൂടെയുള്ള ഒരു മൂമെൻറ്റും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എല്ലാം മറന്നു, എനിക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ബ്ലാങ്ക് ആണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, നീ നല്ല സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ്, നീ നിനക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത് അല്ലെങ്കിൽ ജീവിക്കുന്നത്, നിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും നീ കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സ്ട്രെങ്ത് നിനക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ലക്ഷ്മി ഇത്രയും മനസ്സിലാക്കിയല്ലോ. അപ്പം ലക്ഷ്മീനെ ഇങ്ങനെ അനുമോൾ ഹഗ്ഗിന് വേണ്ടിയിട്ട് വിളിച്ചു, എനിക്കൊരു ഹഗ്ഗ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ആ ഹഗ്ഗ് ചെയ്തു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാനും നീയും സിമിലർ അല്ല, നമ്മുടെ ചിന്തകൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലാവും. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യാസമാണ്. പക്ഷേ നീ മറ്റുള്ളവർ ഇട്ട് കൊടുക്കാതെ ചിന്തിച്ച് കളിക്കുന്നതുണ്ടല്ലോ. നിന്നെ ഇപ്പോൾ ഒരു വളവായിട്ട് ഒരു മരത്തിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു ചെടിയുടെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മരത്തിന് വളമായിട്ട് ചീഞ്ഞളിയാൻ വരെ നീ റെഡിയാണ്. അതായത് നീ ആരും ഇട്ട് കൊടുക്കില്ല, നിൻ്റെ കൂടെ നിൽക്കുന്നവർ ഇട്ട് കൊടുക്കില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാതെ ഒതുക്കി വെച്ചിട്ട് നിന്നെ എന്ത് പറഞ്ഞാലും നീ അത് കേട്ടോണ്ടിരിക്കും. അപ്പം നീ അതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിൽ അത്രയും സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആകുമെന്നോ നല്ല കൂട്ടായിരിക്കുന്നോ ഒന്നും ഞാനിവിടെ വെച്ച് പറയുന്നില്ല. ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലൊന്നും ഇല്ല, എന്നെ ആരും ഇൻവൈറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊന്നും ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ആറ്റം ബോംബ് ഇട്ടാലും നീ അതിനകത്തുനിന്ന് പുറത്ത് വരും, അതിനുള്ള സ്ട്രെങ്ത് നിനക്കുണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ലക്ഷ്മി കൊടുക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ ലക്ഷ്മി മനസ്സിലാക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആട്ടോ ലക്ഷ്മി. എനിക്കത് ആദ്യമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും അത് പോകെ ലക്ഷ്മി ആരോടും അടുക്കത്തില്ല പെട്ടെന്ന്. പക്ഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെൺകൊച്ചാണ് ലക്ഷ്മി. അതിലെ നൂറയെക്കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ്.